ടിപ്പ് നമ്പർ 4 എന്ന് വെച്ചാൽ ടേക്ക് ഫ്രീക്വന്റ് ബ്രേക്ക് എന്നുള്ളതാണ്. ആ ഒരു മെത്തേഡിന്റെ പേരാണ് പൊമോഡോറോ മെത്തേഡ്. ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു 20-25 മിനിറ്റ്സ് ഒക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ്സ് ഒക്കെ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഹ്യൂമൻ സൈക്കോളജി പ്രകാരം 20 അല്ലെങ്കിൽ 25 മിനിറ്റ്സ് വരെയാണ് ഒരു പേഴ്സന്റെ ബ്രെയിനിന് നല്ലോണം കോൺസെൻട്രേറ്റ് ആയിട്ട് ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പൊമോഡോറോ മെത്തേഡ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു 30 മിനിറ്റ്സ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 25 മിനിറ്റ്സ് നമ്മൾ പഠിച്ചിട്ട് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കണം. ആ 5 മിനിറ്റ്സ് ബ്രേക്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒന്നെങ്കിൽ നമുക്ക് എന്താ പറയാ റീൽസ് സ്ക്രോൾ ചെയ്യാം, യൂട്യൂബ് കാണാം. ആ ഒരു 5 മിനിറ്റ്സ് പക്ഷെ സ്ക്രോൾ ചെയ്ത് ആ 5 മണിക്കൂർ ആവാതെ നിങ്ങൾ നോക്കണം. അത് നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അതിനായിട്ട് നമുക്ക് ഈ സ്റ്റോപ്പ് വാച്ച് മെത്തേഡ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇപ്പൊ റീൽസ് ഫോൺ അധികം യൂസ്, കാരണം നമ്മൾ ഇപ്പൊ ബിടെക് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നോട്ട്സ് ഒന്നും ഇല്ല. നമ്മൾ അത്രയും നേരം ഈ ഫോണിലും ലാപ്പിലും എല്ലാം നോക്കി നമുക്ക് തലവേദന ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പൊ ആ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പം ഈ ഫ്രീക്വന്റ് ബ്രേക്സ് എന്നുള്ളത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പൊ എനിക്ക് ചിലരെ അറിയാം ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് അവർ ഒത്തിരി നേരം ഇരുന്ന് പഠിക്കും, പക്ഷെ മാർക്ക് ഭയങ്കര കുറവായിരിക്കും. കാരണം അത്രയും സമയം നമ്മുടെ ബ്രെയിനിന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് എടുത്ത് വേണം പഠിക്കാൻ. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ രാവിലെ ഒരു 8-8:30 ആകുമ്പോഴാണ് പഠിക്കാൻ ഇരിക്കുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഒരു 12:30 വരെ ഇരിക്കും. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ എനിക്ക് വേണ്ട ബ്രേക്കും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. വെള്ളം നിങ്ങൾ മാക്സിമം കുടിക്കാൻ ശ്രമിക്കുക. അപ്പം പിന്നെ ഒരു കാര്യം, ചോക്ലേറ്റ്സ് കഴിക്കാം. ചോക്ലേറ്റ് കഴിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മെമ്മറി പവർ ഉണ്ടാവുക എന്നാണ് കേട്ടിട്ടുണ്ട്. ഞാനും അത് കഴിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരണം എനിക്ക് ഇപ്പൊ രാത്രിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഉറക്കം വരുന്ന സമയത്ത് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ എനിക്ക് കുറച്ചു നേരം കൂടെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ഇരിക്കാൻ പറ്റാറുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത്.